നമ്മുടെ നാട്ടിലൊക്കെ ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എത്ര ദിവസം അവധി കിട്ടും? ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ അവധി കിട്ടുമായിരിക്കും. എന്നാൽ ജപ്പാനിലെ ടോക്കിയോയിൽ അവിടുത്തെ നഗരസഭ ജീവനക്കാർക്ക് അവധി കൊടുക്കുന്നത് ആഴ്ചയിൽ 3 ദിവസമാണ്. 4 ദിവസം ജോലിയും 3 ദിവസത്തെ അവധിയും. വെറുതെ കൊടുക്കുന്നതൊന്നുമല്ല, അതിന് തക്കതായ കാരണമുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ ടോക്കിയോ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം എന്നായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. ടോക്കിയോയിലും ജപ്പാനിലും ഒക്കെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവധി കൊടുത്തത്. കൂടുതൽ സമയം ജീവനക്കാർക്ക് ലഭിക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ കുഴപ്പമില്ല എന്ന് അവർക്ക് തോന്നും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടാവുക. ജനസംഖ്യയുടെ കാര്യം പറയുമ്പോൾ ലോകത്താകമാനം ഇതൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ജനങ്ങളോട് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും മുഖ്യമന്ത്രിമാരും ഇതേ ആവശ്യം ജനങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അതൊരു പ്രശ്നമല്ലെങ്കിൽ കൂടിയും ഇനിയൊരു പ്രശ്നമായിട്ട് അത് മാറുമ്പോൾ ആദ്യം